മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷഫീഖ് മൗലവിക്കെതിരായ സൈബർ ആക്രമണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. രാവിലെ വടകര റൂറൽ എസ്.പി ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. വടകരയിൽ വെച്ച് ഷാഫി പറമ്പിൽ എം.പിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനോടൊപ്പം നടന്നു പോകുന്ന ഷഫീഖ് മൗലവിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. CPM സൈബർ വിഭാഗം ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടതെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ വടകര പോലീസിൽ തുടക്കത്തിൽ പലതവണ പോയിട്ടും പരാതി സ്വീകരിച്ചില്ലെന്നും പിന്നീട് പരാതി സ്വീകരിച്ചിട്ടും യാതൊരു നടപടിയും ഇതിന്റെ മേൽ ഉണ്ടായിട്ടില്ലെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. ഇതേ തുടർന്നാണ് SP-ക്ക് പരാതി നൽകിയതും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-യെ കഴിഞ്ഞ 27/8 DYFI പ്രവർത്തകർ ഇവിടെ ഗുണ്ടായിസം കാണിക്കുകയും തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ വാർത്ത വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അന്ന് കൂട്ടത്തിൽ ഷഫീഖ് എന്ന് പറയുന്ന അദ്ദേഹം മൗലവിയാണ്. അദ്ദേഹം ഒരു സ്കൂൾ കമ്മിറ്റിയുടെ PTA പ്രസിഡന്റ് കൂടിയാണ്. PTA പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചില വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട PTA പ്രസിഡന്റുമാരെ വിളിച്ച യോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നത്. അദ്ദേഹം വഴി പോകുമ്പോഴാണ് ഈ ഷാഫി, അദ്ദേഹം അവിടുത്തെ പാർട്ടിയുടെ ലീഗിൻ്റെ ആ പ്രദേശത്തെ കാർത്തികപ്പള്ളി പ്രദേശത്തെ ഒരു വാർഡ് സെക്രട്ടറിയാണ്. ആ വാർഡ് സെക്രട്ടറി എന്നുള്ള നിലയിൽ UDF എന്ന നിലയിൽ ഷാഫിയെ തടയുന്നുണ്ട്. അദ്ദേഹവും പോയി നിന്നിട്ടുണ്ട്, അദ്ദേഹം കൂടെ നടന്നിട്ടുണ്ട് റോട്ടിൽ. അതിന് ഈ DYFIയുടെ പ്രവർത്തകന്മാർ ഇവരിട്ട പോസ്റ്റാ താലിബാൻ ഷാഫി പറമ്പിലിൻ്റെ പേര് വടകരയുടെ നേതൃത്വം പഴയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവനെ താലിബാനിസ്റ്റായിട്ട് ചിത്രീകരിക്കുക, പത്രത്തിൽ വാർത്ത വരിക. ഇയാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ വളരെ സ്വാത്വികമായ ഒരു കുടുംബത്തിലുള്ള ആ പ്രദേശത്ത് ഏറ്റവും മാന്യമായി ജീവിക്കുന്ന ആരോട് ചോദിച്ചാലും മനസ്സിലാവും. അദ്ദേഹം ലീഗിൻ്റെ ആ പ്രാദേശികമായ സെക്രട്ടറിയാണ്. ആ മനുഷ്യനെ വേഷം കണ്ട് അദ്ദേഹത്തിന് താടിയും തൊപ്പിയുമുണ്ട്. അപ്പം CPM ഇവിടെ കളിക്കുന്ന നെറികെട്ട ഏർപ്പാട്, നാട്ടിൽ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുക. എന്നാലോ അതിന് ഒത്താശ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു സംഭവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ ആളുകളും ഈ ഷഫീഖും മൗലവിയും അവിടെ പോയി, ഇവിടെ വടകര പോയി CIയുടെ അടുത്ത് പരാതി കൊടുക്കാൻ, SHOയുടെ അടുത്ത്. പക്ഷെ അയാൾ ചെന്നപ്പോൾ പരാതി സ്വീകരിക്കാൻ ആദ്യം ഒരു തവണ പോയി. ഇവർ പോകുന്നത് 4/9 പോയി, ഇയാൾ കാണാൻ പോലും കൂട്ടാക്കിയില്ല. വീണ്ടും പോയി 6/9, അപ്പോഴും SHO ഇത് കൂട്ടാക്കിയില്ല, കാണാനോ സംസാരിക്കാനോ. മൂന്നാമത്തെ തവണ പോയപ്പോൾ ഇത് വായിച്ച് ഇതിനൊന്നും കേസെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവർ വീണ്ടും പ്രഷർ ചെയ്ത് 4ാമത്തെ തവണ പോയപ്പോൾ ഈ SHO എന്താ ചെയ്ത്, കേസ് FIR ഇടാനൊന്നും പറ്റില്ല. എന്താ ചെയ്യുക, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കേസ് ഇതാ, ഞങ്ങൾ തന്നതിന് റെസീറ്റ് തരാം, FIR ഇടില്ല, അതിനൊന്നുള്ള കേസല്ല ഇത്. നാട്ടിൽ വർഗീയ കലാപുണ്ടാകും. VV ഷഫീഖ്, OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, PP ജാഫർ, MP ഷാജഹാൻ, റാഷിദ് മാസ്റ്റർ, അൻസീർ പനോളി, ആലിയ ഹമീദ് ഹാജി എന്നിവരും കൂടെയുണ്ടായിരുന്നു.